എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി റീഡിംഗ് 30 ഡേയ്സ് ചലഞ്ചിന്റെ 16ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമ്മൾ ചിഹ്നങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത എല്ലാവർക്കും 30 ദിവസത്തിനുള്ളിൽ തന്നെ ഹിന്ദി റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതേത് അക്ഷരമാണ്? ഇത് ആ ആ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വാക്ക് നോക്കാം. അതെങ്ങനെയാ റീഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ലെറ്റർ ന. നായുടെ കൂടെ സ്റ്റാൻഡിങ് ലൈൻ, അതായത് ആയുടെ ചിഹ്നം. അടുത്ത നായുടെ കൂടെ ദീർഘ ഈയുടെ ചിഹ്നം നീ, നാനി, നാനി. ഓക്കെ, ഇനി അടുത്തത് ആ തന്നെ. ഓക്കെ, ആ. ഇതൊരു സെന്റൻസ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാ വായിക്കുന്നത് നോക്കാം. ആ നാനി ആ, ആ നാനി ആ, ആ നാനി ആ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഈ വാക്ക് എങ്ങനെയാ ഉച്ചരിക്കേണ്ടത്? ആ, അതിൻ്റെ കൂടെ നെക്സ്റ്റ് ലെറ്റർ ജായാണ്, പക്ഷെ ജായുടെ കൂടെ ചിഹ്നമില്ലാത്തതുകൊണ്ട് ജ്, ആജ്, ആജ്. ഓക്കെ, അടുത്തത് കാ. ഓക്കെ, ഈ വാക്ക് എങ്ങനെയാ വായിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് ലെറ്റർ കാ, ദെൻ ഹായുടെ കൂടെ ആയുടെ ചിഹ്നം അല്ലെ, ഹാ, ഹാ. പിന്നെ നായുടെ കൂടെ ദീർഘ ഈയുടെ ചിഹ്നം നീ, കഹാനി, കഹാനി. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. കാ, ഫസ്റ്റ് ലെറ്റർ കാ, അതിൻ്റെ കൂടെ ഹ അല്ലെ, ഹായുടെ കൂടെ ചിഹ്നമില്ലാത്തതുകൊണ്ട് ഹ, കഹ്. ആജ് കഹാനി കഹ്, ആജ് കഹാനി കഹ്. നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. മായുടെ കൂടെ ഈയുടെ ചിഹ്നം മീ, ദെൻ നായുടെ കൂടെ ആയുടെ ചിഹ്നം നാ, മീന, മീന. അടുത്തത് ഹ, ഹായുടെ കൂടെ ആയുടെ ചിഹ്നം ഹാ, ത, ഥായുടെ കൂടെ ഈയുടെ ചിഹ്നം ഥി, ഹാത്തി, ഹാത്തി, ഹാത്തി. നെക്സ്റ്റ് പായുടെ കൂടെ ര അല്ലെ, അതായത് ഇർ, പർ, പർ. നെക്സ്റ്റ് ജാ, ജായുടെ കൂടെ ആയുടെ ചിഹ്നം ജാ. അടുത്തത് ത, തായുടെ കൂടെ ദീർഘ ഈയുടെ ചിഹ്നം തീ, ജാതി, ജാതി. അടുത്തത് ധ, ധീ, ഈയുടെ ചിഹ്നം ധീ. മീന ഹാത്തി പർ ജാതി ദി, മീന ഹാത്തി പർ ജാതി ദി, മീന ഹാത്തി പർ ജാതി ദി. ഓക്കെ, അടുത്തത് മായുടെ കൂടെ ഇടചിഹ്നം മീ, നായുടെ കൂടെ ഇടചിഹ്നം മീന, മീന. നെക്സ്റ്റ് ഹ, എർ, ദ, മായുടെ കൂടെ ചിഹ്നമില്ലാത്തതുകൊണ്ട് മ, ഹർദം, ഹർദം. അടുത്ത ലെറ്റർ ആ കഴിഞ്ഞ് ചായയുടെ പകുതിയാണ് കേട്ടോ. അപ്പോൾ ച, നെക്സ്റ്റ് ചായയുടെ അടിയിൽ നെക്സ്റ്റ് ച, ച, അതിൻ്റെ കൂടെ ഈയുടെ ചിഹ്നം അച്ചി. നെക്സ്റ്റ് ല, ഗ, തായുടെ കൂടെ ദീർഘ ഈയുടെ ചിഹ്നം തീ, ലക്തി, ലക്തി, ഥി, ഥി. മീന ഹർദം അച്ചി ലക്തി ദി, മീന ഹർദം അച്ചി ലക്തി ദി, മീന ഹർദം അച്ചി ലക്തി ദി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹിന്ദി സെൻറ്റൻസുകൾ വായിക്കേണ്ടത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് ഹിന്ദി റീഡിങ് പഠിക്കാൻ. അപ്പോൾ 30 ദിവസമൊക്കെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹിന്ദി വായിക്കാൻ പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.